ആനന്ദേട്ടാ ഇപ്പോൾ ആനന്ദേൻ്റെ അടുത്ത് ചോദിച്ച പോലെ തന്നെ എനിക്ക് സൂരജേൻ്റെ അടുത്ത് ചോദിക്കാനുണ്ട്. അതായത് ഇപ്പോൾ കുട്ടികളെ ഒന്നും മിണ്ടാണ്ടിരിക്കൂ, ഞങ്ങൾ ചോദ്യം ചോദിക്കട്ടെ എന്ന് മറ്റേ ക്ലാസ്സിൽ പറയുന്ന പോലെ സൈലൻസ് പ്ലീസ്. എന്നെ കൊണ്ടൊന്ന് ചോദ്യം ചോദിപ്പിക്കാവോ? സൂരജേട്ടാ, ഇപ്പോൾ ആനന്ദേൻ്റെ അടുത്തൊരു സിനിമ ഇൻസ്റ്റൻസ് ആണല്ലോ നമ്മൾ പറഞ്ഞത്, സിനിമ സീനാണല്ലോ പറഞ്ഞു. ഇതുപോലെ തന്നെ സ്റ്റേറ്റ് ആക്ഷൻ ക്യാമറ കട്ട് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ ശ്രീനിവാസൻ ചേട്ടൻ എന്ന് പറഞ്ഞ പോലെ ഒരുപാട് വർഷമായിട്ട് പരസ്യ ചിത്രങ്ങൾ സംവിധാനം ചെയ്യുന്നു, സിനിമകൾ സംവിധാനം ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ പറഞ്ഞ പോലെ നടി തേക്കുകയാണ് അവളുടെ അർദ്ധനഗ്ന മേനിയിൽ പരിമള സോപ്പ്, ക്യാമറയും കൂടെ ചടത്തെ എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും ഈ ഷൂട്ട് സംബന്ധമായിട്ടുള്ള തമാശകൾ ഓർമ്മയിലേക്ക് വരുന്നുണ്ട് പെട്ടെന്ന്? ഷൂട്ട് സംബന്ധമായ തമാശകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ബേസിക്കലി ഒരു കോട്ടയത്ത് ഉള്ള ഒരു യാതൊരു സിനിമാ പാരമ്പര്യം ഇല്ലാത്ത ഒരു കുടുംബത്തിൽ നിന്ന് ഒരുപാട് സിനിമാ മോഹങ്ങളുമായിട്ട് കൊച്ചിയിലേക്ക് വണ്ടി കയറിയ ആളാണ്. പണ്ട് ചെന്നൈയിലേക്കൊക്കെ വണ്ടി കയറുമെന്ന് പറഞ്ഞ പോലെ. അപ്പം നമ്മൾ അവിടെ വന്ന് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ആദ്യകാലങ്ങളിലൊക്കെ കുറേ ഷോർട്ട് ഫിലിംസും പരിപാടിയൊക്കെ ആയിട്ട് വന്ന് പിന്നെ പരസ്യങ്ങൾ ആയി. അപ്പോൾ സിനിമയാണല്ലോ നമ്മുടെ എല്ലാം. അങ്ങനെ ഞാൻ സിനിമയൊക്കെ ചെയ്ത് അപ്പോൾ 1, 2, 3 സിനിമ കഴിഞ്ഞു. 3 സിനിമയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഫാമിലി ഫംഗ്ഷനിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ തലയെടുപ്പോടുകൂടി ചെല്ലുകയാണ്. സിനിമ നമ്മൾ 3 സിനിമയൊക്കെ ചെയ്തു എന്നുള്ള ഇതിൽ അന്തസ്സിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ഒരു അങ്കിളുണ്ട് വകയിൽ. പുള്ളി ഒരു ബാങ്ക് മാനേജരൊക്കെയാണ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ പുള്ളി അങ്ങനെ സിനിമയൊന്നും കണ്ടില്ല, നിൻ്റെ പടം ഇറങ്ങിയല്ലേ, ഓക്കെ ഓക്കെ ഇപ്പോൾ ഇതിപ്പം ഇനിയിപ്പം നിനക്ക് സീരിയലൊക്കെ ചെയ്യാം അല്ലേ. ഞാനിവിടെ കഷ്ടപ്പെട്ട് 3 സിനിമ ചെയ്തിട്ട് പുള്ളി ഇത് അല്ല പറയാ സീരിയൽ മോശമൊന്നുമല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് നമുക്ക് അത് നമ്മുടെ ഒരു ഇതുണ്ടല്ലോ, ഓരോരുത്തരുടെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. ആൾക്ക് പുള്ളി സിനിമ കാണാത്ത ആളാണ്, സീരിയലുകൾ മാത്രം കാണുന്ന ഒരാളാണ്. പുള്ളി വരയ്ക്കുന്നത് എങ്ങനെയെങ്കിലും നമ്മുടെ കുടുംബത്തിലെ പയ്യനൊരു സീരിയലൊക്കെ എടുത്ത് രക്ഷപ്പെട്ടെന്നായിരിക്കും. അങ്ങനെയുണ്ടല്ലോ ഇതിൻ്റെ അകത്ത്. അതെ, സംഗീത സീരിയസ് ആയല്ലോ. അല്ല, ഞാൻ വേറൊരു ചോദ്യം ആലോചിച്ചു. എൻ്റെ അച്ഛൻ പറഞ്ഞൊരു ഉത്തരവ് ആലോചിച്ചു. അതായത് എനിക്ക് സോഷ്യൽ മീഡിയ ഭയങ്കര ഫാസിനേറ്റഡ് ആയിട്ട് ഞാൻ അതിൽ മറ്റേ സാധനം അവർക്കറിയാം ഓൾറെഡി, കേട്ടിട്ടുണ്ടോ അവരത്? കാരണം ഞാൻ അതിൽ PhD എടുത്ത ആളാണ് സോഷ്യൽ മീഡിയയിൽ, എവല്യൂഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒരു പ്രാവശ്യം ഞങ്ങൾ കുടുംബത്തിൽ കല്യാണത്തിന് പോയപ്പോൾ അച്ഛൻ, എൻ്റെ പേരൻസ് ടീച്ചേഴ്സാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലൊരു സ്കൂളുണ്ട് 90 years ആയ. അപ്പോൾ അച്ഛനോട് ചോദിച്ചു, മാഷേ മോളെന്താ ചെയ്യണേന്ന്. അച്ഛൻ പറയാണ്, മോള് ഫേസ്ബുക്കൊക്കെ നോക്കിയിരിക്കുന്നു. അപ്പോൾ ഞാൻ അച്ഛാ മറ്റേ അച്ഛാ ആ സാധനം എന്നിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ മാർക്ക് സക്കർബർഗ് കഴിഞ്ഞാൽ അച്ഛൻ്റെ മോളാണ് ഫേസ്ബുക്ക് നോക്കിയിട്ട് പിന്നെ കാശുണ്ടാക്കുന്നത്. അപ്പോൾ ദെൻ ഐ ഹാഡ് ടു കം ബാക്ക് ഹോം ആൻഡ് ആക്ച്വലി ഷോ ദം കമ്പനി ക്രെഡൻഷ്യൽസ് ഡോക്യുമെൻ്റ് ഒക്കെ, നമ്മൾ ഇന്ന സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. ചുമ്മാ ഫേസ്ബുക്ക് നോക്കിയിരിക്കുകയല്ല നമ്മൾ ചെയ്തത്. ബിക്കോസ് അവർ കാണുമ്പോൾ നമ്മുടെ ജോലിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇറ്റ്സ് എ ക്രിയേറ്റീവ് സ്പേസ് ആണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. അവരതിനെ സ്ഥിര വരുമാനം ഇല്ലാത്ത ജോലി എന്നാണ് എൻ്റെ അമ്മ ഇപ്പോഴും പറയുന്നത്. നിനക്കൊരു PhD ഉള്ളതല്ലേ, വല്ല കോളേജിലും പോയി പഠിപ്പിച്ചാൽ പെൻഷൻ കിട്ടൂലേ, എന്തിനാ ഇങ്ങനെ. അതായത് എപ്പോഴും വി ആർ ഓൺ അവർ ടോസ്, റൈറ്റ്? പക്ഷെ അത് തന്നെയാണ് ഇതിൻ്റെ ഭംഗി. ഇതെന്ന് വെച്ചാൽ ആർക്കും പലപ്പോഴും മനസ്സിലാവില്ല. ഈ കാരണന്മാരൊക്കെ ഞാനൊക്കെ ആദ്യകാലത്ത് എറണാകുളത്ത് വരുന്ന സമയത്ത് അവനെന്താ പരിപാടി, അവൻ ഈ കമ്പ്യൂട്ടറിൻ്റെ പരിപാടിയാണ്. കമ്പ്യൂട്ടറിന്റെ പരിപാടി ഈ കമ്പ്യൂട്ടർ കൊണ്ട് എന്താ വെച്ചിട്ടാണല്ലോ എഴുതുന്നതും അല്ലേ, എഡിറ്റിംഗ് ഒക്കെ നടക്കുന്നതല്ലേ. അല്ല, ഇപ്പം ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോഴത്തേക്കാണ്, ഇപ്പോൾ സംഗീതം പറഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ കസിൻ ചേട്ടൻ ഇന്റീരിയർ ഡിസൈനറാണ്. അപ്പോൾ കസിൻ ചേട്ടൻ്റെ അച്ഛൻ ഒരു ദിവസം ഒരു ബന്ധുവിൻ്റെ അടുത്ത് പറഞ്ഞ, മകൻ എന്താ പരിപാടി എന്ന് വെച്ചപ്പോൾ അവന് കണ്ട പെയിന്റിന്റെ പരിപാടിയാണ് അവനെന്ന് പറഞ്ഞതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. എന്ന് പറഞ്ഞതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഇനിയിപ്പോൾ ചിന്നുവിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും, ചിന്നു ഇപ്പോൾ ഇവർ രണ്ടുപേർത്തും നമ്മൾ ഇതുപോലത്തെ സിനിമ സീൻസ് ചോദിച്ചു. ചിന്നുവിൻ്റെ അടുത്തും ചോദിക്കാനുള്ള അഴകിയ രാവണനുള്ള സീൻ തന്നെയാണ്. തോന്നയ്ക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും ഞാൻ പറക്കിയെടുത്തു എന്നുള്ളതാണ് നമ്മളെപ്പോഴും നടിമാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ചിരി പടർത്തുന്ന സീൻ. അപ്പോൾ ഈ തമാശ, ഈ അഭിനയത്തിനിടയ്ക്കുള്ള തമാശ, അല്ലെങ്കിൽ ഒരു കഥ പറയാൻ വന്നിട്ടുണ്ടായ തമാശ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് എന്തായിരിക്കും ഓർമ്മ വരുന്നത്? എനിക്ക് തോന്നുന്നു ആക്ച്വലി നമ്മുടെ മൂവിക്കകത്ത്, കാരണം ഇത് ഒരു കപ്പിളിൻ്റെ സ്റ്റോറി പറയുന്ന സിനിമയാണല്ലോ. അപ്പം മാത്രമല്ല ഈ നേരത്തെ പറഞ്ഞതുണ്ടല്ലോ, രണ്ടുപേർ തമ്മിലുള്ള ബോണ്ട്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ ഞാനും സൂര്യചേട്ടനാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടിട്ട് ഇപ്പം 7 months, അതിൽ കൂടുതലാവില്ല. നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് ഈ കഥ എൻ്റെ അടുത്ത് പറയാൻ വരുമ്പോഴാണ്. പിന്നെ നമ്മൾ നേരിട്ട് കാണുന്നത് ഷൂട്ടിന് മുമ്പ് ഒരു ദിവസം കണ്ടു, പിന്നെ ഷൂട്ടിൻ്റെ അന്നാണ് കാണുന്നത്. അതിൻ്റെ 2ാമത്തെ 3ാമത്തെ ദിവസമാണ് നമ്മൾ ഫസ്റ്റ് നൈറ്റ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്കും ആനന്ദേട്ടനും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അറിയില്ല, നമുക്ക് സംസാരിച്ചു അങ്ങനെയൊന്നും ഒരു പരിചയമില്ല.
അപ്പം നമ്മളൊന്ന് പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. അപ്പം ഈ സീക്വൻസ് എങ്ങനെ പോകണം അങ്ങനെയൊക്കെ കുറേ ചർച്ചകളുണ്ട്. അപ്പോൾ അതല്ലാണ്ട് വേറൊരു സീക്വൻസും ഉണ്ട്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ സീൻ ഷൂട്ട് ചെയ്യണം. അപ്പോൾ അത് ഇമ്പോർട്ടൻറ്റ് സീനാണ്, നമുക്ക് ഒരു പ്രൈവസി വേണം, സ്പേസ് വേണം. അപ്പം സൂര്യചേട്ടൻ നമ്മൾ ആനന്ദ് ചിന്നു വരൂ നമുക്ക് ഈ സീനിനെ ഒന്ന് പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞ് സൂര്യചേട്ടൻ നമ്മളെ സൈഡിലേക്ക് കൊണ്ടുപോകും പ്ലാൻ ചെയ്യാനായിട്ട്. സൂര്യ കൈയൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് സൂര്യചേട്ടൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീനാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും വെയിറ്റ് ചെയ്യുക, കാരണം ഇതെങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഇതെങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മളൊരു സ്നേഹം ഉണ്ടല്ലോ ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തു. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ചെയ്യാം, ഞാൻ ശല്യപ്പെടുത്താം. അപ്പം അങ്ങനെ കുറച്ച് എന്നുവെച്ചാൽ സൂര്യചേട്ടൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നുവെച്ചാൽ അദ്ദേഹം ഭയങ്കര ഈ സോഫ്റ്റായിട്ട് ഭയങ്കര ഈ ശുദ്ധൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ പിടിച്ച് എന്താ അത് ഞങ്ങൾക്ക് ചില നേരത്തെ അതായത് ഇത് തന്നെ, അതായത് വളരെ വളരെ ഇന്റിമസി ഉള്ള സീനൊക്കെ ആയിരിക്കും. അപ്പോൾ ആനന്ദ ഒരു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വിളിച്ചിട്ട് നമ്മൾ ഭയങ്കര പാട്ടിലൊക്കെ സീക്വൻസ് എടുക്കാൻ നേരത്ത് അവർ ഒരു രണ്ടുപേരും വരും. നമുക്ക് ആദ്യം എനിക്കൊരു ഇൻഫർമേഷൻ വരും, നമ്മൾ എഴുത്തുകാരൻ കൂടിയാണല്ലോ. ആനന്ദ നമ്മൾ ഇതാണ് എടുക്കാൻ ചിന്നോട് സംസാരിച്ചേക്ക് അപ്പോൾ അല്ല നിങ്ങൾ തമ്മിൽ എങ്ങനെയാ വെച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല അപ്പം നമ്മൾ ഇതെവിടെയാ ഷോട്ട് എന്താ ഒന്നും പിടിയിട്ടില്ല. അല്ല കുഴപ്പമില്ല നിങ്ങൾ വാ ഞാൻ പറഞ്ഞുതരാം. രണ്ടുപേരും വിളിച്ചിരുന്നു. നമ്മൾ വെച്ചാൽ മറ്റേ സ്റ്റുഡൻസ് നിൽക്കുന്ന പോലെ റെഡി സർ കമോൺ എന്ന് പറയുമ്പോൾ ഇതിനങ്ങനെ നോക്കാനൊന്നുമില്ല, നിങ്ങൾ എന്താ വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോന്നല്ലേ. ഇത് അതിൻ്റെ കറക്റ്റ് ഡയലോഗ് വരെ പോയിട്ടുണ്ട്. അപ്പം ലൈക്ക് അത് ഈ പറഞ്ഞ മാതിരി ഒരു തരത്തില് സൂര്യചേട്ടൻ എന്നുള്ള സാധു ഞങ്ങളോട് ഇതൊക്കെ എങ്ങനെ ഞാൻ പറഞ്ഞു തരും എന്നുള്ളൊരു ആംഗിളും പിടിക്കും. ദുഷ്ടനായിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇതെന്തെങ്കിലും പറഞ്ഞു തന്നാലല്ലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ സാധു ദുഷ്ടന്റെ ഫലം ചെയ്യും. അല്ല സൂര്യചേട്ടൻ മറ്റേ സീനായിരുന്നു, മറ്റേ ഇന്നസെന്റ് ആയിട്ട് ഒരു സിനിമയിൽ മുഖം കഴിയിട്ട് തോർത്ത് വെച്ചിട്ട് അതിന്റെ ഒരു എക്സ്റ്റൻഷൻ കൂടി പറഞ്ഞുതരാം. ഒരു സീൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും ചിന്നും ഇപ്പോൾ ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് അഭിനയിച്ച് എല്ലാം കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ സംഗീത ആ ഷോട്ടിൽ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആനന്ദ് എന്ത് നല്ല റൊമാൻറ്റിക് ആയിട്ടാ, ചിന്നുവിന് ഒരു താല്പര്യം ഇല്ലാത്ത പോലെ അറിയാണ്ട് സംഭവിച്ചാണ്. ആക്ച്വലി ആ സോങ്ങിലെ സീക്വൻസ് ആണ്. അപ്പം നമ്മൾ അതിനകത്ത് ലിറ്ററലി വി ആർ ജസ്റ്റ് എക്സ്ട്രീംലി ക്ലോസ് ടു ഈച്ച് അതർ. പിന്നെ നമ്മുടെ മൂക്ക് അവിടെ കാരണം സോങ്ങിലുള്ള ആ സംഭവമാണ്. അപ്പോൾ അത് ഇത്ര എക്സ്ട്രീം ക്ലോസ് ആണ്. അപ്പം നമ്മൾ ഷോട്ട് ഇല്ലാത്തപ്പോഴും നമ്മൾ അഭിനയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഷോട്ട് ഇല്ലാത്തപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്, കാരണം എൻ്റെ മുഖം എപ്പോഴാണ് അന്തേൻ്റെ മുഖത്താണ് ഷോട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വളരെ നിസ്സാരമായിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്നത് സംഗീത ചേച്ചിക്ക് ഇതൊക്കെ കാണാം. അപ്പോൾ ആനന്ദ് ഇങ്ങനെ മറ്റേ റൊമാൻസിൽ ഇങ്ങനെ പോകുമ്പോൾ ചിന്ന മറ്റേ ഒരു മൂടാണ് ചിന്ന ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നുള്ള. എൻ്റെ കയ്യിൽ കുറെ ബിഹൈൻഡ് ദ സീൻസ് ഉണ്ട്, അടുത്ത ആഴ്ച റിലീസ് ചെയ്യാൻ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, ബ്ലൂപ്പർ വരാനുണ്ടേ. പക്ഷെ ഇറ്റ് വാസ് വെരി നൈസ്. അതായത് അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ക്ലിനിക്കലായിട്ട് നമ്മളതിനെ വർക്കായിട്ട് അപ്രോച്ച് ചെയ്യുന്നത്. ഞങ്ങൾ കുറച്ച് പേര് മാത്രമുള്ള ഒരു പ്രൈവറ്റ് സ്പേസിലാണ് നമ്മളത് ഷൂട്ട് ചെയ്തത്. മോണിറ്റർ പുറത്തുണ്ടായിരുന്നു, 50 പേര് അവിടെ. ആനന്ദ എല്ലാം നമ്മൾ ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ചിന്നു ചോദിച്ചു എന്ത് കാര്യം പുറത്തെല്ലാവരും കൂടി മോണിറ്ററിൽ കണ്ടോണ്ടിരിക്കുന്നുണ്ട്, പ്രൈവസി തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഓക്കെ പ്രൈവസി, പഞ്ചായത്തിലുള്ള ആൾ മുഴുവൻ പുറത്ത് നിന്നത് കണ്ടോണ്ടിരിക്കുക. ആക്ച്വലി പക്ഷേ ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ ലിറ്റിൽ സീക്വൻസ്. അപ്പോൾ അത് ആക്ച്വലി അതിൻ്റെ ബ്രീഫിങ്ങിൻ്റെ സമയത്താണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ കഥയൊക്കെ. നിങ്ങൾക്കറിയാലോ എന്ത് ചെയ്യണമെന്ന്. അതെ നമുക്ക് ആ മറ്റേ കിസ്സൊന്നും വേണ്ട, നമ്മുടെ ഫാമിലി മൂവി അല്ലേ. എന്നാൽ അപ്പം ഞാനും എന്തായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയൊക്കെ അല്ല അത് നമ്മൾ ചെയ്യാൻ അത് വേണ്ടല്ലോ, നമ്മളങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ, എന്തായാലും ആലോചിച്ചിട്ടില്ലല്ലോ. അപ്പൊ എന്തായിട്ട് പറഞ്ഞാൽ മതി ഇപ്പം ചെയ്യാന്നൊക്കെ. അല്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ ദാറ്റ് ബ്യൂട്ടിഫുൾ സീക്വൻസ് എന്ന് പറഞ്ഞില്ല, അത് കാണാനായിട്ട് തൊട്ടടുത്തുള്ള തിയേറ്ററിൽ പോവുക, വിശേഷം തകർത്തോടിക്കൊണ്ടിരിക്കുക അല്ലേ. അപ്പൊ എന്തായാലും ജോ എന്തോ ഒരു റിലേഷൻഷിപ്പിനെ പിന്നെ എന്തൊരു ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞില്ലേ. ഞാൻ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട സീരിയസ് ചോദ്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. ഈ സിനിമ എന്ന് പറയുമ്പോൾ ലൈക്ക് നമുക്കറിയാം റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞാണ്, രണ്ടുപേരുടെ ലൈഫ്, നമ്മുടെ സജിത അതുപോലെ തന്നെ ഷിജു ഈ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ റിലേഷൻഷിപ്പാണ് മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ ഈ ടേംസ് ഉണ്ടല്ലോ റിലേഷൻഷിപ്പിലാണ് ഇപ്പോൾ കുറേ റീസൺ, ഇപ്പം നമ്മൾ ഈ ജെൻസി ടീംസൊക്കെ എല്ലാവർക്കും ഇപ്പോൾ അറിയാം, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം നോക്കുന്ന
എല്ലാവർക്കും ഇതിനകത്ത് വരുന്ന കുറേ ടേംസ് ലൈക്ക് ഫ്ലർട്ടേഷൻഷിപ്പ്, സിറ്റുവേഷൻഷിപ്പ്, ഗോസ്റ്റിങ്. ഞാനൊക്കെ ചിലപ്പോൾ പോയി വിക്കിപീഡിയ നോക്കും എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്, എന്നിട്ട് പോയി നോക്കിയിട്ടായിരിക്കും നമ്മൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. അങ്ങനെ പക്ഷെ എന്നിരുന്നാലും ഇങ്ങനത്തെ കുറേ ടേംസ് ഒക്കെ വന്നിരുന്നു പറഞ്ഞാലും ബേസിക് ആയിട്ടൊരു ലവ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവത്തിലുള്ളതാണ് അണ്ടർസ്റ്റാൻഡിങ്, പിന്നെ എന്താ പറയുക, റെസ്പെക്റ്റ്. ഇതൊക്കെ നമ്മുടെ ഈ സിനിമയിലും ഉണ്ട്. ആൻഡ് ഇതിനെക്കുറിച്ചൊന്ന് എന്തായിരിക്കും പറയാനുള്ളത്? നമ്മുടെ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ബേസിക് സപ്പോർട്ട്, ഇതിനൊക്കെ നമ്മുടെ വിശേഷത്തിലേക്ക് വരുവാണെങ്കിൽ എന്താണ് ഈ സപ്പോർട്ടിനെ കുറിച്ചുള്ള ഒരു വിശേഷം എന്താണ് ഈ സിനിമയിൽ? എനിക്ക് തോന്നിയിട്ടുള്ളത് ആക്ച്വലി നമ്മൾ ഒരു കപ്പിളിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ ഒരു കപ്പിൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് വൺ ഓഫ് ദ വേ കാണിച്ച് തരുന്ന ഒരു മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഒരു പ്രശ്നമുണ്ട്, അത് നമ്മളുടെ പ്രശ്നമല്ല, നമ്മുടെ പ്രശ്നമല്ല, നമ്മൾ ഒരുമിച്ച് നിന്ന് നേരിടേണ്ട പ്രശ്നമാണ്. അപ്പോൾ അതിനെ വേർതിരിച്ച് കാണാൻ പറ്റണം എന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ്. അപ്പം ഇതിനകത്ത് എന്ത് ബുദ്ധിമുട്ടുകളുണ്ടായാലും ഷിജുവും സജിതയും ഒരുമിച്ചാണ് അതിനെ ഡീൽ ചെയ്യുന്നത്. കാരണം അവർക്ക് രണ്ടുപേർക്കും വരുന്ന ബുദ്ധിമുട്ടാണത്. അവരിൽ ഒരാൾക്ക് ഐസൊലേറ്റഡ് ആയിട്ട് വരുന്നില്ല. അവരിൽ ഒരാൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ലൈക്ക് മെഡിക്കൽ ഭാഗമായിട്ടോ ഹോർമോണൽ ഭാഗമായിട്ടോ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടാകും. പക്ഷേ അവർ ആസ് എ കപ്പിൾ ഇറ്റ് ഇസ് ഡിസ്റ്റർബിങ് ദം. അപ്പോൾ അതിനെ ഒരുമിച്ച് എങ്ങനെ അവർ നേരിടുന്നു, ലൈക്ക് ആ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് അത് അവരിൽ മാത്രം ഒതുങ്ങുന്നില്ല, അവരുടെ ഫാമിലി ഉണ്ട് എക്സ്റ്റെൻഡ് ആയിട്ടുള്ള. അങ്ങനെ അതൊക്കെ പറഞ്ഞു പോകുന്ന ഒരു മൂവിയാണ് ആക്ച്വലി. അല്ല ഇതിൻ്റെ ആഡ് ഓൺ ആയിട്ട് പറയാനുള്ളത്, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്കാണ് പ്രശ്നം എന്ന് തോന്നുമ്പോൾ ഒരുമിച്ച് ഉള്ളപ്പോൾ അയാൾ വേറെയല്ല, അയാൾ ഇതൊന്നു തന്നെയാണെന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തുകയും ഇത് ഞങ്ങളുടെ പൊതുവായിട്ടുള്ളൊരു കാര്യമാണ്, ഞങ്ങൾ ഇതിനെ എങ്ങനെ നേരിടും എന്ന് പറയുന്ന ചിന്തിക്കുന്നതാണ് ആവശ്യം തോന്നുന്നത്. അതിപ്പോൾ പക്ഷേ നോർമലി നമുക്ക് പെട്ടെന്ന് കത്തുക അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ അതിനപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റിയാൽ ഒന്ന് കുറച്ച് നേരം നമുക്ക് അപ്പുറത്തിരിക്കുന്ന ആളുടെ പെർസ്പെക്റ്റീവും കൂടി ഒന്ന് കാണാൻ പറ്റിയാൽ ഉത്തരം കൊടുക്കുന്നതിന് മുമ്പ് അപ്പുറത്തുള്ള ആൾക്ക് അത് എത്രമാത്രം വിഷമകരമാവുമെന്നൊക്കെ ഒന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ ഈ വിശേഷം എന്നുള്ള ചോദ്യം ഉണ്ടാവില്ല, കപ്പിളുകൾക്കിടയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിശേഷം എന്ന് പറഞ്ഞ ചോദ്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ശരിക്കും എന്നാ ഉണ്ട് വിശേഷം, അല്ല എന്താണ് വിശേഷം എന്നുള്ള ചോദ്യം ഇപ്പൊ നിങ്ങൾ സ്ഥിരം കേട്ട് ഏകദേശം ഒരു ബോറടി ആയി കാണില്ലേ? ഇതുപോലെ നമ്മൾ കേട്ട് വെറുത്തിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടാവില്ല, എന്തായിരിക്കും അത്? സ്ഥിരം കേട്ട് എന്നോടോ അടുത്ത പടയതാണ് സൂര്യചേട്ടനോടോ? കേട്ട് ബോറടി ആയതല്ലേ? എനിക്ക് ഒരുപാട് ചോദ്യമുള്ളായിരുന്നു, ഏത് പറയണമെന്ന് കൺഫ്യൂഷൻ. ചോദ്യം ഒന്ന് മാറ്റി പിടിച്ചാലോ? അയ്യോ അങ്ങനെ അല്ല, നമ്മളിപ്പോ ഈ സിനിമയിലും എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ളൊരു ചോദ്യം ഈ സിനിമയുമായിട്ടൊരു പ്രസക്തി ഉണ്ടല്ലോ. അതെ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമുക്കിത് ആരുടെ അടുത്ത് ചോദിക്കുന്നിട്ടാലും നമുക്ക് എന്തിനാണ് ചോദിക്കണത് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ചേട്ടൻ ഇതുപോലെ ചോദിച്ച് കേട്ട് വെറുത്ത എന്തിനാണ് എന്നോട് ചോദിക്കണത് എന്നുള്ളൊരു സാധനം. വേണമെങ്കിൽ ഇനിയിപ്പോ ഒന്നും കിട്ടില്ല പറയും, കുട്ടി ഇപ്പൊ ചോദിച്ച ചോദ്യം എന്ന് പറയും. അല്ലല്ല, ഈ പറഞ്ഞ പോലെ അടുത്ത പടവേദ അങ്ങനത്തെ ഞാൻ അങ്ങനെ പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കാറില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും അങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല അധികം. ഞാൻ സൈഡിൽ കൂടെ മാറി നടന്ന് അങ്ങനെ പോകും, ആർക്കും അങ്ങനെ അധികം പിടികൊടുക്കാതെ പോകുന്ന ഒരു സാധാരണ കോട്ടയക്കാരനാണ്. പറയൂ. എനിക്ക് പേഴ്സണലി ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ബോഡി ഷെയ്മിങ് ഭയങ്കരമായിട്ട് ഫേസ് ചെയ്തിട്ടുണ്ട്. അത് വെൻ ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്, ഐ പേഴ്സണലി ഡോണ്ട് അപ്രീഷിയേറ്റ് പീപ്പിൾ ഗെറ്റിംഗ് പേഴ്സണൽ. വണ്ണം വെച്ചല്ലോ അല്ലെങ്കിൽ മെലിഞ്ഞല്ലോ എന്ന് പറഞ്ഞ ഒരാളുടെ വേ ഓഫ് ഷോയിങ് ലവ് ഇസ് ബൈ ആസ്കിങ്. വീട്ടിലൊന്നും ഭക്ഷണം കഴിക്കാൻ കൊടുക്കുന്നില്ല ഈ കുട്ടിക്ക്, അങ്ങനെ ഒരു സാധനം. ഐ റിമെമ്പർ the funniest comment I have heard is, ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് somebody said that I look like I have swallowed a football. I'm like okay. അതായത് ഒരു പ്രാവശ്യം ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു അബൌട്ട് ലൂസിങ് വെയിറ്റ്. ഐ എം എ ട്യൂബർകുലോസിസ് സർവൈവർ. അപ്പോൾ 2008 എനിക്ക് TB വന്ന് വെയിറ്റ് ലോസ് സംഭവിച്ച സമയത്ത് ഉണ്ടായ ഒരു ബോഡി ഷേമിങ്ങിൻ്റെ എക്സ്പീരിയൻസിനെ പറ്റി ഞാൻ എഴുതിയ ഒരു പോസ്റ്റ് ഉണ്ട്. TB സമയത്തുള്ളൊരു പിക്ചറും ഇട്ടിട്ടുണ്ട്, ഹെൽത്തി ഹീൽഡ് ആയിട്ടുള്ള എൻ്റെ ഒരു പിക്ചറും ഇട്ടിട്ടുണ്ട്. അതിൽ ഒരാൾ വന്ന് കമൻറ്റ് ചെയ്തു, പാവങ്ങളുടെ ഐശ്വര്യ റായ്. സോ ഐ ഫീൽ അത് പലപ്പോഴും ആളുകൾ റിയലൈസ് ചെയ്യുന്നുണ്ടാവില്ല. കാരണം നമ്മളെല്ലാവരും പല റീസൺസ് കൊണ്ടായിരിക്കും ഓരോരുത്തർ ഗോ ത്രൂ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബോഡി ട്രാൻസ്ഫോർമേഷൻസ് ആൾക്കാർക്ക് സംഭവിക്കുന്നത്. ഹോർമോണൽ ഇഷ്യൂസ് ആയിരിക്കാം, പല റീസൺസ് കൊണ്ട് വെയിറ്റ് ലൂസ് ചെയ്യുന്ന വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവും. ഇപ്പോൾ ഈറ്റിംഗ് ഡിസോർഡർ ഉള്ള ആൾക്കാരുണ്ട്. സ്ട്രെസ് ഈറ്റിംഗ് ഇസ് എ റിയാലിറ്റി ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ. ആൻഡ് അത് പലർക്കും പലതാണ്. ലൈഫ് പലരും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ നമ്മളെല്ലാവരും ഓരോ രീതിയിലായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ബിക്കോസ് വിൽ ബി ഹാൻഡ്ലിങ് എ ലോട്ട് ഓഫ് അതർ തിങ്സ്. സോ എനിക്ക് അത് ഐ ഹാവ് ഫെൽറ്റ് it's not a very nice thing to
സ്റ്റാർട്ട് എ കോൺവെർസേഷൻ. പ്രത്യേകിച്ച് നമ്മൾ നമ്മളോട് ജെനുവിൻലി ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിച്ചിട്ട് ഒരാൾ ഹെൽത്ത് നോക്കൂ, അല്ലെങ്കിൽ യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ആൻഡ് ഈറ്റ് ഓൺ ടൈം, ഡ്രിങ്ക് വെള്ളം, അതൊക്കെ എനിക്ക് ഭയങ്കര സ്നേഹമാണ്, ഇഷ്ടമാണ്. കാരണം ഫുഡ് എൻ്റെ ഒരു ലവ് ലാംഗ്വേജ് ആണ്. ഐ ബിലീവ് ഇൻ വേർഡ്സ് ഓഫ് അഫർമേഷൻ, ഐ ബിലീവ് ഇൻ ഫീഡിങ് പീപ്പിൾ, ഐ ഷോ സ്നേഹം. അല്ലെ, എനിക്ക് ഭയങ്കര ഫുഡ് ഇസ് എ ലവ് ലാംഗ്വേജ് ഫോർ മീ. പക്ഷെ അതിനെ അറ്റാച്ചിങ് ഇറ്റ് ടു ബോഡി ഇമേജ് ആൻഡ് എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ആനന്ദ് ആസ് എ റൈറ്റർ ഐ ഹാവ് എ ലോട്ട് ഓഫ് റെസ്പെക്ട് ഫോർ ഹിം, ബിക്കോസ് നോർമലൈസിങ് ഓൾ ബോഡി ടൈപ്സ് ഉണ്ടല്ലോ. അതായത് ആ ഒരു കൺവെൻഷണൽ ആ ഒരു എക്സ്പെക്റ്റഡ് സ്പേസിലേക്ക് അല്ലാണ്ട് എവറിബഡി ഡിസേർവ്സ് എ സ്പേസ്. ഹൗ ഡു യു ഡിഫൈൻ ബ്യൂട്ടി എനിവേ? അപ്പോൾ അത് ഐ ഫീൽ ഈ വിശേഷമൊന്നും ആയില്ലേ ചോദ്യം പോലെ തന്നെ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഭയങ്കര അനോയിങ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ചിന്നുവിന് പറയാനുള്ളത്? ചിന്നുവിന്റെ ഇടയ്ക്ക് നമ്മൾ ഈ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് സൈഡിൽ കൂടെ മിക്സ്ചർ തിന്നില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ചിന്നു വന്നിട്ട് സൈഡിൽ. അല്ല, നിങ്ങളുടെ FM സ്റ്റേഷൻ എവിടേക്കാണ് റിലേ എന്ന് പറഞ്ഞത്? ചിന്നു ഓൾമോസ്റ്റ് പാൻ കേരള പാൻ ഇന്ത്യ കവർ ചെയ്ത് ട്യൂണിങ് പോയിട്ടുണ്ട് ചിന്നുന്റെ. ഇതൊക്കെ ശരിയല്ല, അപ്പൊ ഞാൻ ഒന്ന് ശരിയാക്കാൻ. ഇല്ല, ചോദ്യം എനിക്കറിയാം. ഇപ്പൊ എന്താ ചെയ്യുന്നേ എന്ന് കേൾക്കുമ്പോ എനിക്ക് ഞാൻ ചില കാര്യമൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്താ ചെയ്യുന്നേ? നിങ്ങളുടെ സംസാരിച്ചോണ്ടിരിക്കുന്നു, ചുമ്മാ നടക്കുന്നു. എനിക്ക് ആ ചോദ്യം ഒട്ടും ഇഷ്ടമില്ലാത്ത ചോദ്യമാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഫോൺ വിളിച്ചിട്ട് എവിടാ എന്ന് ചോദിക്കില്ലേ, എനിക്ക് എന്താ ഭയങ്കര ദേഷ്യം വരുന്ന ചോദ്യം. ഞാൻ എവിടെയെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? അപ്പൊ ചിന്നുവിനെ വിളിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ആരും ചോദിക്കരുത് ഞാൻ എവിടാന്ന് പറഞ്ഞിട്ട് ആർക്കും ഒരു. അപ്പൊ ഞാനിപ്പോ എവിടെയാണെന്ന് പറയണോ, അത് ഞാൻ ഇവിടെ ഇല്ലെന്ന് പറയണോ, അല്ലെ ഞാൻ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അത് ഞാൻ പറയാതിരിക്കണോ? എൻ്റെ തല പൊട്ടും. അതുകൊണ്ട് ഞാൻ എന്താ കാര്യം? അപ്പം ചിലർ എവിടാ? അപ്പം ഞാൻ പറയും വീട്ടിലാ. അപ്പം നാളെ നമ്മുടെ സ്കൂളിൽ നിന്ന് ഇവിടെ. അപ്പം എൻ്റെ അടുത്ത് എവിടെ എന്തിനാ ചോദിച്ചത്? അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. എല്ലാ ക്വസ്റ്റ്യൻസിനും തെന്നി മറന്ന 2 പേരുണ്ട്. അപ്പോൾ അവരുടെ ആൻസർ എന്തായാലും അല്ല, ഒബ്വിയസ്ലി അടുത്ത എന്താ വർക്ക്, എന്താ പാട്ടെന്താ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് മിക്കവാറും എനിക്ക് ഇഷ്ടമല്ലാത്ത ക്വസ്റ്റ്യൻസ്. എനിക്ക് തന്നെ ഞാൻ കുറച്ച് നാളിപ്പം ചാനലിലൊരു ഷോയിലൊക്കെ മെൻറ്ററായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ടി വിയിലൊന്നും ഇല്ലേ, മുൻ പാട്ടൊന്നും ഇല്ലേ എന്ന് ചോദിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ നമ്മൾ സിംഗിങ് അല്ലാതെ വേറെ കുറേ ബാക്ക് ആൻഡ് മ്യൂസിക് ടെക്നിക്കൽ സൈഡൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, ആ ചെറുക്കൻ എന്തോ കിളി പോയിരിക്കുക കേട്ടോ, അവിടെ ഒന്നും ഓക്കെ മോനെ ശരിയെന്നാന്ന് പറയും. അപ്പോൾ അത് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ ഫുഡാണ് ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ സംഗീത പറഞ്ഞു. അപ്പോൾ എന്താണ് ആനന്ദേട്ടന് ഫുഡ് എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ഓർമ്മ വരുന്ന 1-2 സാധനങ്ങൾ? ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞ് ടക്ക് 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 നമുക്ക് പറഞ്ഞു പോകാം. ആ ഐറ്റം ഐറ്റൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആയി പോകും. ഒരുപാട് ഐറ്റം. അല്ല, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഫുഡ് മേടിച്ച് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞായിരുന്നു, അതുകൊണ്ട് ചോദിച്ചത്. എനിക്കിങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇഷ്ടമുള്ള ഭക്ഷണം ഒരു ഐറ്റമായിട്ട് പറയാൻ പറ്റില്ല. എനിക്ക് നാടൻ ഭക്ഷണമാണ് ഇഷ്ടം, അങ്ങനെ പറയാം. സൂര്യചേട്ടനോ? ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ ഞാനും വൈഫും കൂടെ എപ്പോൾ പുറത്ത് പോയാലും രാവിലത്തെ സമയങ്ങളിൽ എൻ്റെ വയലിൽ നിന്ന് നമ്മൾ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ഇഡ്ഡലി. കാരണം അവള് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇഡ്ഡലി, അപ്പോൾ അവളെടുത്തത് ഇഡ്ഡലി അല്ലേ പറയാൻ പോകുന്നുള്ള രീതിയിൽ തുടങ്ങി വെക്കും. ഞാൻ ഇഡ്ഡലി കൂട്ടി വെച്ചാൽ മതി. രാജേഷ് പറയുന്നല്ലേ? ഓക്കെ, സംഗീതയ്ക്കോ? എനിക്ക് അൺഡൗട്ടഡ്ലി ബിരിയാണി ആൻഡ് ചെമ്മീൻ പൊരിച്ചത്. ഞാനൊരു മലബാറിയാണ്. ചെമ്മീൻ എന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്ത് ചെമ്മീൻ കൊതിച്ച് ഞാൻ മലബാറിയാണ്. അപ്പോൾ ഞാൻ ഭയങ്കര പാരഗണ്ട ബ്രാൻഡ് അംബാസിഡറാ. സോ മൈ വേ ഓഫ് എനിക്ക് എന്ത് എക്സ്ട്രീം ഇമോഷൻ വന്നാലും അത് ഞാൻ റെഗുലേറ്റ് ചെയ്യുന്നത് വിത്ത് ബിരിയാണി. അത് പ്രശ്നമല്ല. മലബാർ ബിരിയാണിയിൽ പൈനാപ്പിൾ ഒക്കെ ഇട്ട് തന്നാൽ ഞാൻ ഭയങ്കര അപ്സെറ്റ് ആവും. യു കാൻ ഡു ദാറ്റ് ടു ബിരിയാണി. ഒത്തന്റിക് മലബാർ ബിരിയാണി ഉണ്ട്. ഞങ്ങളുടെ നാട്ടിൽ കല്യാണ ബിരിയാണി എന്ന് പറയുന്ന ബിരിയാണി ഉണ്ട്. നല്ല മലബാർ ബിരിയാണി, ഡേറ്റ്സ് പിക്കിള്, മറ്റേ മിന്റ് ചമ്മന്തി ആൻഡ് ചെമ്മീൻ പൊരിച്ചത്. ഹാപ്പി. അല്ല, സംഗീത പ്രോജക്റ്റിലേക്ക് വിളിക്കുമ്പോഴത്തേക്കും എന്താ പറയുക, റെമ്യൂണറേഷൻ പോലും പറയേണ്ട ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് ചിന്നു പറയാനുള്ളത്? ചിപ്സ് മയായി. അങ്ങനൊന്നും ഇവിടെ ഒന്നും പറഞ്ഞൂടാ പ്ലീസ്. അതിന്റെ പാചകക്കൂട്ട് അറിയാവുന്ന ഞങ്ങളുടെ സെറ്റില് 2 വ്യക്തികളേ ഉള്ളൂ. ഒന്ന് ചിന്നുവും മറ്റത് ജിലുവാണ്. ഇവർക്ക് 2 പേർക്കും പക്ഷെ അതാ ഞാൻ പറയാൻ വന്നേ. ഇന്ന് കാലത്ത് ഞാൻ ചോദിച്ചോളൂ, എന്തുവായിരുന്നു സാധനം ചോദിച്ചോളൂ. കാലത്ത് അൽത്താഫ് ഞാനും എപ്പോൾ സെറ്റിൽ വന്നാലും അയ്യോ ചിന്നു പറഞ്ഞ സാധനത്തിന്റെ പേരെന്തായിരുന്നു ഇങ്ങനെ തപ്പി അടക്കലായിരുന്നു. കുറേ ദിവസം പഠിച്ചതാ, എന്നിട്ട് ഇപ്പോഴും ശരിയായിട്ടില്ല എനിക്കത്. ചിപ്സ് മയായി. അത് ആക്ച്വലി മയായി എന്ന് പറഞ്ഞാൽ സ്വാഹിലിയിൽ എഗ് എന്നാണ്. അപ്പം ഫ്രഞ്ച് ഫ്രൈസും എഗ്സും കൂടെ വെച്ചുണ്ടാക്കുന്ന ഒരു. നമുക്ക് സ്വാഹിലി എന്ന് പറഞ്ഞാൽ ദ്വീപിലെ അല്ലേ?
അയ്യോ അല്ല സർവ്വസാധാരണ വിഷമിക്കണ്ട, നമുക്കൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുള്ളതാണത്, വിഷമിക്കണ്ട. അതല്ല, ഞാൻ ദ്വീപ് എന്ന് പറഞ്ഞപ്പോൾ എന്നൊരു നോട്ടം ടാൻസാനിയെ കുറിച്ച് അറിയില്ല എന്നുള്ള രീതിയിൽ. ടാൻസാനിയയിൽ വളർന്ന എഗ്ഗും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന, കണ്ടാൽ പിസ്സ പോലെ തോന്നുന്ന, സ്പാനിഷ് ഓംലെറ്റിനെ പോലെ തോന്നുന്ന, പക്ഷെ അതല്ലാത്തൊരു സാധനം. അടിപൊളി. ഞങ്ങൾ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ലാത്താലും കുഴപ്പമില്ല. പക്ഷെ ഭയങ്കര ടേസ്റ്റാ. ഫ്രഞ്ച് ഫ്രൈസും എഗ്ഗും കൂടെ ചേർത്ത് ഉണ്ടാക്കുന്ന സാധനം ഭയങ്കര ടേസ്റ്റ്. ഓക്കെ, അപ്പോൾ വിശേഷം സിനിമ കാണുന്ന ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് സിനിമയെ കുറിച്ച്. അതെ അതെ അതെ. ചിപ്സ് മയായി. എന്താണ് പറയും? രാവിലത്തെ ആണോ ഉച്ചത്തെയാണോ അത്? ഹോട്ടൽ എന്തെങ്കിലും നടത്തണ്ടോ? കഫേ എന്തെങ്കിലും ഉണ്ടോ സ്വന്തമായിട്ട്? എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എല്ലാം കഴിക്കും. അപ്പൊ എങ്ങനത്തെയാന്ന് പറഞ്ഞാൽ ഞാൻ അതുപോലത്തെ പറയാം. രാവിലെയാണ്. അതെന്താ? അല്ല, അപ്പോഴാണല്ലോ എഴുന്നേക്കുള്ളൂ. ബ്രഞ്ച് അപ്പോഴല്ലേ എഴുന്നേക്കുള്ളൂ. അല്ലല്ല, ഞാൻ 6 നേരം ഭക്ഷണം കഴിക്കുന്നു. എപ്പോ എഴുന്നേക്കും രാവിലെ? അങ്ങനെയല്ല, ഒരുപാട് കഴിക്കുന്നില്ല, കുറച്ചൊക്കെ കഴിക്കും. രാവിലെ എപ്പോ എഴുന്നേക്കും? എണീക്കുന്ന സമയം ചിലപ്പം അത് നമുക്ക് ഈ പ്രോഗ്രാം ഒക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ലേറ്റ് ആയിട്ടൊക്കെ ഇറങ്ങുമ്പോൾ നല്ല ലേറ്റ് ആയിട്ട് എഴുന്നേക്കാറുണ്ട്, അല്ലെങ്കിൽ അത്യാവശ്യം നേരത്തേക്ക് എഴുന്നേക്കും. ഓക്കെ, ഞാൻ ഈ 11:11 പറഞ്ഞുകൊണ്ട് ചോദിച്ചാണ്. ഇല്ല, അത് ചേച്ചി അങ്ങനെ പറഞ്ഞു. ഓക്കെ, എനിക്ക് അതെ ഫുൾ ഭക്ഷണത്തിന്റെ ഒക്കെ കാര്യത്തിലൊക്കെ. അതെ, വേണ്ട അല്ല, ഒരു ഫുഡായിട്ട് പറയാൻ പറഞ്ഞാൽ ഉറപ്പായിട്ട് ബിരിയാണി തന്നെ ആയിരിക്കും പറയുന്നത്. പക്ഷെ എനിക്ക് എല്ലാം ഇഷ്ടമാണ്, ഇഷ്ടമല്ലാത്തതായിട്ട് ഒന്നുമില്ല ഭക്ഷണം. അതെ, എന്തെങ്കിലും പ്രൊമോഷനൊക്കെ വരുമ്പോഴത്തേക്കും 6 നേരം ഭക്ഷണം കഴിക്കുന്നത് എന്നൊക്കെ ടെസ്റ്റിമോണിയൽ സാധനമൊക്കെ. എന്താണ് ഭരത് പറയും? ഞാനൊരു ഇന്ന ഐറ്റം എന്ന് പറയുന്നില്ല. എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ്. കാരണം എൻ്റെ വീട് കോട്ടയാണ്, ഞാനിപ്പോൾ താമസിക്കുന്ന എറണാകുളത്ത്. ഫ്ലാറ്റിൽ നമ്മൾ ഫ്രണ്ട്സായിട്ട് മ്യൂസിക് പരിപാടിയൊക്കെ ആയിട്ട്, അപ്പം വീട്ടിലെ ഭക്ഷണത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായത്. അപ്പോൾ വീട്ടിലെ എന്ത് ഭക്ഷണമാണല്ലോ ഓക്കെ. അടിപൊളി. അപ്പൊ നമ്മളിങ്ങനെ ഫുഡിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഇനി മൂവിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മൂവി ഭയങ്കര റിലേറ്റബിൾ ആണ്, ഭയങ്കര പോസിറ്റീവ് ആണ്, നിങ്ങളെ പോലെ തന്നെ. അപ്പൊ മൂവി കുറച്ച് സിമ്പിൾ ആണ്. അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ സെക്കൻഡ് ചാൻസ് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മുടെ മൂവിയിൽ വീണ്ടും വീണ്ടും നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? സംവിധായകനും എഴുത്തുകാരനും. അതെ അതെ, എഴുത്തുകാരൻ തുടങ്ങി. സെക്കൻഡ് ചാൻസസ് എന്ന് പറയുന്നത് ഞാൻ കണക്കാക്കുന്നത് നമുക്ക് ചില കാര്യങ്ങൾ തിരുത്തണം എന്നുള്ളപ്പോൾ ഞാൻ ആലോചിക്കാറില്ല, തിരുത്തണം എന്നുള്ളൊരു ബോധ്യം വരില്ലേ നമുക്ക്. ചിലപ്പോൾ ടൈമിൽ നമുക്ക് പുറകോട്ട് പോകാൻ പറ്റില്ല, പക്ഷെ തിരുത്തണം എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവും. അതാണ് ആ സെക്കൻഡ് ചാൻസ്. ആ ബോധ്യം ഉണ്ടാവുക എന്നുള്ളൊരു മൊമെൻ്റ് ഉണ്ടായാൽ തന്നെ വലിയ കാര്യമാണ് എന്നെ സംബന്ധിച്ച്. അങ്ങനെ അത്തരത്തിലാണ് കാണുന്നത്. അതുപോലെ തന്നെയാണ് സിനിമയിൽ വന്നു കഴിഞ്ഞാലും ഈ 2 പേർക്ക്, ഷിജുവിനും സജിതയ്ക്കും, അവർക്ക് ബോധ്യം വന്നിട്ടാണ് അവർ ആ രണ്ടാമത്തുള്ള ചാൻസിലേക്ക് എത്തുന്നതും. അവർക്ക് അതിനകത്ത് കൃത്യമായ ധാരണകളുണ്ട്. അവരുടെ ജീവിതം മുന്നോട്ട് എങ്ങനെ വേണമെന്നുള്ളതിൻ്റെ ഒരു തികഞ്ഞ കാഴ്ചപ്പാട് ഷിജുവിന് ഉള്ളതിനെക്കാട്ടും ഏറെ സജിതയ്ക്കുമുണ്ട്. അപ്പോൾ ഷിജു ആ സജിത ഇട്ട് പോകുന്ന വഴിയിലൂടെയാണ് ഒരു പക്ഷേ നടന്നു കയറി വരുന്നതെന്ന് വേണം പറയാൻ. അടിപൊളി. ചേട്ടാ, സൂര്യ ചേട്ടാ. സെക്കൻഡ് ചാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാനങ്ങനെ അതിൻ്റെ 2 വശമുണ്ട്. ഒന്ന്, യാത്രകളെ പറ്റി പറയാം. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ പോയി വന്നു, പക്ഷേ അവിടെ പോയി നമ്മൾ എന്ത് കണ്ടു എന്ന് ആലോചിച്ചാൽ നമ്മൾ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. കാരണം അതിനിടയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ യാത്ര സംഭവിച്ചിട്ടുണ്ടാകും, പക്ഷേ അതിനെ നമ്മൾ അങ്ങോട്ട് കാര്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ തിരക്കും ഫോണും ഒക്കെ മാറ്റി വെച്ചിട്ട് ഒന്ന് കാണാം, ഇതാണല്ലേ ഭംഗിയുള്ള സ്ഥലം എന്ന് അത് തോന്നാറുണ്ട്. അങ്ങനെ ചില സാധനം ലൈഫിൽ എനിക്ക് സെക്കൻഡ് ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന കാര്യം നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എനിക്ക് ഫസ്റ്റ് ചാൻസിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം എനിക്ക് വന്നിരിക്കുന്ന ഓരോ അവസരങ്ങളും ഓരോ ചവിട്ടുപടി, ഇപ്പോൾ വിശേഷത്തിൻ്റെ സംവിധായകൻ എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് വരെ ഇതൊക്കെ ഫസ്റ്റ് ചാൻസ് ആണ്. കാരണം ഇതിനൊന്നും ഒരു റീതിങ്കിങ് എനിക്കില്ല. അപ്പോൾ ഓരോ ചവിട്ടുപടിയും അടുത്തതിലേക്കുള്ളതാണെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പോകുന്നു. ഇതിനകത്ത് ഇപ്പോൾ ഉത്തരം പറഞ്ഞുള്ള ട്വിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനന്ദേട്ടൻ സിനിമയുടെ ചില സൂചനകൾ കൊടുത്തു, ചേട്ടൻ ജീവിതം പറഞ്ഞു, ചില ട്വിസ്റ്റ് കൊടുത്തു. അപ്പൊ ഞങ്ങൾക്ക് ഇത് കൂടുതലായിട്ട് പറയാൻ പറ്റില്ല. സിനിമ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് അല്ലേ എന്നുള്ളതൊക്കെ. സിനിമയിൽ നമ്മൾ സെക്കൻഡ് ചാൻസ് പറയുന്നുണ്ട്. സിനിമയിൽ അത് ഇവരുടെ 2 പേരുടെ ലൈഫിൽ അതാവശ്യമാണ്, അതേപ്പറ്റി പറയുന്നുണ്ട്. അത് നിങ്ങൾ സിനിമ തന്നെ തിയേറ്ററിൽ വന്ന് കണ്ടിട്ട് അറിഞ്ഞാൽ മതി. അല്ല, എന്തായാലും ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് പരിചയമുണ്ട്, അല്ലെങ്കിൽ കുറെ മാസങ്ങളായിട്ട് നിങ്ങൾ ഒരുമിച്ചുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരുടെയും സ്വഭാവത്തിൽ ഒരു സ്വീറ്റ് പോയിന്റ് ഉണ്ടാവും, ഒരു സ്വീറ്റസ്റ്റ് സംഗതി ഉണ്ടാവും. അപ്പോൾ നമുക്ക്
ഓരോരുത്തരുടെയും പറഞ്ഞിട്ടുണ്ടെങ്കിലും ചേഞ്ച് നമുക്ക് ഇവിടുന്ന് തുടങ്ങി നല്ലതായിരിക്കും ഇവരെപ്പോഴും സൈലന്റ് ആയി മാറും. അല്ല ഭരത്തവിടെ ഗിറ്റാറൊക്കെ സ്ട്രം ചെയ്തു രക്ഷപ്പെട്ടു ദൈവമേ. അതല്ല ഈ സിംഗിൾ വേർഡ് ഉത്തരങ്ങളൊക്കെ അവിടെ നിന്ന് ചോദിക്കില്ലേ, അപ്പൊ നല്ല സാധനമൊക്കെ ആ സൈഡിൽ നിന്ന് പോകും. പിന്നെ ഞാനിനി എന്ത് പറയുന്നു വിചാരിച്ചിട്ട് ഇരിക്കുമ്പം സെന്റൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് വന്നു. എന്തായാലും ചോദിക്കാൻ മറന്നു. അതായത് നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് പരിചയമുള്ള ആൾക്കാരാണല്ലോ. ഈ സിനിമയും റിലേഷൻഷിപ്പിനെ പറ്റി സംസാരിക്കുന്ന സിനിമയാണ്. അപ്പൊ നിങ്ങളുടെയൊക്കെ റിലേഷൻഷിപ്പ് വഴി നിങ്ങൾക്ക് അറിയാൻ പറ്റിയിരിക്കുന്ന ഒരു സ്വീറ്റസ്റ്റ് സംഗതി ഉണ്ടാവും എല്ലാവരുടെയും സ്വഭാവത്തിൽ. ഈ ഇരിക്കുന്ന എല്ലാവരുടെയും സ്വഭാവത്തിലാണ്. ഓരോരുത്തർ ആരെങ്കിലും ഒക്കെ ആയിട്ട് പറഞ്ഞാൽ മതി. ഞാൻ ആനന്ദേട്ട പറയട്ടെ. ഇല്ല, ഞാനിപ്പോൾ ആനന്ദേട്ടനുമായിട്ടുള്ളൊരു ബന്ധം തുടങ്ങുന്ന ഒരു 4 വർഷം മുന്നെയാണ്. അപ്പോൾ അന്ന് ഞാൻ സീ കേരളം സരിഗമപയിൽ കണ്ടസ്റ്റൻ്റ് ആയിട്ടിരിക്കുമ്പം നമ്മുടെ അതിലെ തന്നെ മെൻറ്റർ മിഥുൻ ചേട്ടൻ വഴിയാണ് ആനന്ദേട്ടനെ പരിചയപ്പെടുന്നത്. അതെ. അപ്പം മിഥുൻ ചേട്ടൻ ആദ്യം പരിചയപ്പെടുത്തി എൻ്റെ അടുത്ത് പറഞ്ഞടാ സമയമൊക്കെ കറക്റ്റ് പങ്ക്ച്വലായിരിക്കണം. അപ്പം ഞങ്ങൾ അവിടെ അപ്പം ആനന്ദേട്ടൻ ഒരു ടൈമൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഷാർപ്പായിട്ട് അവിടെ എത്തുന്നു. അപ്പം ഞങ്ങൾ പേടിച്ചൊക്കെ ഇരിക്കുന്നു. അവിടുന്ന് പിന്നെ അങ്ങോട്ട് നമുക്ക് ഒരു ഓൺ ബ്രദറായിട്ട് എന്ത് കാര്യവും ഷെയർ ചെയ്യാം. ആളുടെ എന്ത് തിരക്കുള്ള സമയമാണെങ്കിലും നമുക്ക് എപ്പോൾ ആൾ തിരക്കാണെങ്കിൽ പിന്നീട് നമ്മളെ വിളിച്ച് നമുക്കായിട്ടൊരു ടൈം കണ്ടെത്തി വാട്ട് എവർ ഇറ്റ് ഈസ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് തരുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ അതാണ് എനിക്ക് തോന്നിയൊരു സ്വീറ്റസ്റ്റ് കാര്യം. അതൊരിക്കലും മ്യൂസിക്കൽ മാത്രമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. മ്യൂസിക്കൽ കാര്യമാവാം, നമ്മുടെ പേഴ്സണൽ കാര്യമാവാം, ലൈഫ് റിലേറ്റഡ് കാര്യങ്ങളാവാം. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉള്ള സമയത്ത് ചിലപ്പോൾ യാദൃശ്ചികമായിട്ട് എന്തെങ്കിലും വർക്കായിട്ടായിരിക്കും ആനന്ദേൻ്റെ അടുത്ത് പോകുന്നത്. അപ്പോൾ വർക്ക് കഴിഞ്ഞ് നമ്മളൊരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെറുതെ സംസാരിക്കും. അപ്പോൾ സംസാരിച്ച് കഴിയുമ്പോൾ എനിക്ക് ഓക്കെ ലൈഫ് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല, നമുക്ക് സന്തോഷമായിട്ട് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു പ്ലസ് ആയിട്ട് തോന്നിയത്. എന്താണ് ഒരു നല്ല ഉത്തരം ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു. ഞാനും ആനന്ദേട്ടനെ പറ്റി തന്നെ പറയാം. അല്ല ഇവര് 4 വർഷമായിട്ട് ബന്ധമുണ്ട്. നമ്മൾ ഭയങ്കര കുറച്ച് ആയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ആനന്ദേട്ടൻ ഒരു വർക്കിന് കോറസിനായിട്ടാണ് ആദ്യമായിട്ട് പോകുന്നത്. പക്ഷെ അന്ന് തന്നെ എത്രയോ വർഷം പരിചയമുള്ള പോലെ നമ്മൾ സംസാരിക്കുന്നത് അന്ന് ആദ്യത്തെ ഇതിൽ തന്നെ. അപ്പം എന്താ പറയുക, ആനന്ദേട്ടൻ എന്തുണ്ടെങ്കിലും ഒറ്റയടിക്ക് പറയും. എനിക്കതാണ് ആനന്ദേട്ടൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവം. കാരണം അതിപ്പം നമ്മൾ പാടുന്നപ്പം തെറ്റായിട്ടാണ് നീ എന്താ ഇപ്പം ഇങ്ങനെയല്ല എന്നുള്ള സാധനം ഒരിക്കലും ഹേർട്ടാവില്ല, ഒരു തരി പോലും ഹേർട്ടാവില്ല. പക്ഷേ എങ്കിൽ അത് ആനന്ദേട്ടനാണെന്നുള്ളൊരു നമ്മുടെ ഒരു സ്വന്തം എന്നുള്ളൊരു സാധനം കൊണ്ട് അതൊക്കെയാണ് ആനന്ദേട്ടൻ. ആനന്ദേട്ടൻ ഇപ്പൊ തന്നെ വിളിച്ചിട്ട് ഹലോ LED വിൽക്കുന്ന ചേട്ടനല്ലേ, എന്റെ ഓറയ്ക്ക് വേണ്ടി ഒരു 4-5 LED കൂടി പെട്ടെന്ന്. എന്താണ് ചിന്നു പറ. ഞാൻ ആനന്ദേട്ടനെ കുറിച്ച് പറയുന്നില്ല. ഞാൻ സൂര്യചേട്ടനെ കുറിച്ച് പറയാം. എത്ര LED ഓർഡർ ചെയ്യേണ്ടി വരും? ഒരു 5-6 പറയേണ്ടി വരും. ആക്ച്വലി ആ ഫ്ലോ അങ്ങ് പോയി. ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ സൗമ്യനും വളരെ ശാന്തശീലനും വളരെ നന്മ നിറഞ്ഞതുമായിട്ടുള്ള ഒരു പുണ്യാളൻ വൈബിൽ നടക്കുന്ന ഒരു മനുഷ്യനാണ് സൂര്യചേട്ടൻ. അപ്പോൾ പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ എപ്പോഴും എല്ലായിടത്തും പോയി വാദോരാതെ പറയുന്നുണ്ട്, ഒരു 5 സിനിമയിൽ ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഒരൊറ്റ സിനിമയിലാക്കി ഒരു കഥാപാത്രത്തിന് വെച്ചിട്ട് ആ കഥാപാത്രത്തിന് എന്നെ വിളിച്ച ആളാണ്. ഇന്നോവേ എനിക്ക് കൊച്ചിയിലൊരു അഡ്രസ്സ് ഉണ്ടാവാൻ ഒരു കാരണം ഒരു വഴിത്തിരിവ് ശരിക്കും ഞാൻ അടുത്ത വർഷം വരാമെന്ന് പറഞ്ഞിരുന്നപ്പോൾ ഈ വർഷത്തേക്ക് ഫാസ്റ്റ് ഫോർവേഡ് ആക്കാൻ കാരണം ആക്ച്വലി സൂര്യചേട്ടനും പിന്നെ ആനന്ദേട്ടനൊക്കെയാണ്. ആനന്ദേട്ടൻ ഗ്യാസ് കുറ്റി വരെ പിടിച്ചെന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സൂര്യചേട്ടൻ ക്രിയേറ്റ് ചെയ്ത ഒരു ടീം എന്നെ അതിന് ഒരുപാട്, അതിപ്പം നമ്മുടെ അസോസിയേറ്റ് ഗോപിക എല്ലാവരും അങ്ങനെ നമുക്ക് ചുറ്റും കറങ്ങി നിൽക്കുന്ന എല്ലാവർക്കും ഒരു സ്നേഹം ഉണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ തുടക്കം അല്ലെങ്കിൽ അതിൻ്റെ ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് സൂര്യചേട്ടനാണ്. അപ്പോൾ സൂര്യചേട്ടനെ പറ്റി അല്ലേ അടിപൊളി. അപ്പോൾ 5 LED അല്ലേ സെറ്റ് അല്ലേ? അഞ്ജലി അപ്പൊ സംഗീത പറഞ്ഞു. ഞാൻ ചിന്നുവിനെ പറ്റി പറയാം. അയ്യോ കോമഡി ഇല്ല, സീരിയസ് വൺ ഇമോഷണൽ ഇല്ല. ബിക്കോസ് ഐ ഹാവ് ആക്ച്വലി സ്പോക്കൺ അബൌട്ട് ദം അലോട്ട്. ഐ വുഡ് ലവ് ടു സേ സംതിങ് അബൌട്ട് ഹർ. ഞാൻ ഭയങ്കര എൻ്റെ നമ്മൾ ഭയങ്കര എക്സ്പോസ്ഡ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഒരുപാട് പേരെ കാണുന്നു. നമ്മുടെ എനർജി എപ്പോഴും ഇങ്ങനെ ഇറ്റ്സ് എക്സ്പോസ്ഡ് ടു ലോട്ട് ഓഫ് പീപ്പിൾ. പക്ഷെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു പ്രൈവറ്റ് ഒരു സ്പേസ് ഉണ്ട്, നമ്മുടെ ഒരു ലൈഫ് ഉണ്ടല്ലോ, വേർ നോബഡി ഈസ് വാച്ചിങ്, വേർ ദെർ ആർ നോ ക്യാമറാസ് ഓൺ അസ്. നമ്മുടെ ഒരു ഇന്നർ കോർ ഒരു സ്പേസ് ഉണ്ട്. ഞാനങ്ങനെ മീറ്റ് ചെയ്ത് ഇപ്പം ഞാൻ എൻ്റെ മകൻ, ഞാൻ എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള 2-3 പേര്, അങ്ങനത്തെ ഒരു സ്പേസിലേക്ക് അത്രയും പെട്ടെന്ന് ആൾക്കാരെ ഞാൻ എൻ്റർ ചെയ്യിപ്പിക്കാറില്ല.
പക്ഷേ ഐ റിമെമ്പർ മീറ്റിംഗ് ഹർ ഫോർ ദ ഫസ്റ്റ് ടൈം വിശേഷത്തിൻ്റെ സെറ്റിൽ. ആൻഡ് എന്തോ ഒരു കോൺവെർസേഷൻ ഞങ്ങളിങ്ങനെ ഇരുന്ന് അവർ ക്യാമറ സെറ്റ് ചെയ്യുമ്പോൾ സംസാരിച്ച് ഐ റിമെമ്പർ ഷെയറിങ് എ ലോട്ട് ഓഫ് തിങ്സ് അബൌട്ട് മൈ സെൽഫ് വിത്ത് ഹർ. അതായത് ഒരു ഫിൽറ്ററോ ഒരു ഫിയറോ ഒരു ഇൻഹിബിഷനോ ഇല്ലാതെ ആ ഒരു സെൻസ് ഓഫ് ഒരു റിസപ്റ്റീവ്നെസ് ഉണ്ടല്ലോ, ആ ഒരു എനർജി. ബിക്കോസ് ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിന്നൂടെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടിരുന്നു. ബിക്കോസ് ദാറ്റ് ഇസ് ബിക്കോസ് ആ ഒരു എംപത്തറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് വേറൊരാൾ എന്താണോ ജീവിച്ചത് അതിനോട് റിലേറ്റ് ചെയ്യാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റുള്ളൂ. ബിക്കോസ് ഇറ്റ് വാസ് എ വെരി സ്ട്രോങ് ബോണ്ട് വിച്ച് വി ഡെവലപ്ഡ് ഐ തിങ്ക് വെരി ക്വിക്ക് ടു സൂൺ. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല ലൈഫിൽ. എൻ്റെ ലൈഫിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഒരുപാട് വർഷമായിട്ട് കൂടെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് ഞങ്ങൾ പരിചയപ്പെട്ടു വിതിൻ ഫ്യൂ ഡേയ്സ് ആയിരുന്നു. എൻ്റെ മോൻ്റെ 13th ബർത്ത്ഡേ ആയിരുന്നു. ഇറ്റ് ഈസ് എ വെരി പേഴ്സണൽ തിങ് ഫോർ മീ, ബട്ട് ചിന്നു വാസ് എ പാർട്ട് ഓഫ് ഇറ്റ് ബിക്കോസ് ഐ ഫെൽറ്റ് ദാറ്റ് ദിസ് ഇസ് എ പേഴ്സൺ ഐ വോണ്ട് ടു കീപ്പ് ഇൻ മൈ കോർ. സോ ആ ഒരു എനർജി ഷീ ഹാസ്, ആ ഒരു നോൺ ജഡ്ജ്മെൻ്റലായിട്ട് ആൾക്കാരെ കേൾക്കാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ഭയങ്കര നല്ല ക്വാളിറ്റിയാണ്. ടു ബി സംബഡീസ് സേഫ് സ്പേസ്, ഷീ ഈസ് ദാറ്റ് ഫോർ മീ. ഓക്കെ, ഞാൻ എല്ലാവരെയും പറ്റി പറയാം. ഞാനങ്ങനെ ഓരോരുത്തർക്കും LED മേടിക്കാനുള്ള അവസരം കൊടുക്കാറില്ല. ഓക്കെ, ആനന്ദിനെ പറ്റി പറയുകയാണെങ്കിൽ ആനന്ദ്, നമുക്കൊരു കാര്യം ആനന്ദിനെ ഏൽപ്പിച്ചാൽ അത് ഭയങ്കര ആത്മാർത്ഥമായിട്ട് ആനന്ദ് ചെയ്യും. ആനന്ദ് അത് ചെയ്തേക്കില്ല എന്ന് ചോദിച്ച് വിടാൻ പറ്റിയ ഒരാളാണ്. പിന്നെ അത് ചെയ്തു എന്നേ നമുക്ക് കേൾക്കേണ്ടി വരുള്ളൂ. ഒന്ന് അതത്രേ ഉള്ളൂ. പിന്നെ ചിന്നുവിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ചിന്നുവിന് ഇപ്പം നമ്മളിപ്പോൾ ചില ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ ബ്രീഫ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കറിയാമെന്ന് പറഞ്ഞൊരു ഭാവം ഉണ്ടല്ലോ, ആ സാധനം ചിന്നുവിനില്ല. ചിന്നു ഇങ്ങനെ കാരണം ചിന്നുവിനത് അറിയത്തില്ല. അല്ല, ചിന്നു അതിങ്ങനെ ഒരു കൊച്ചു കുട്ടിയെ പോലെ ഇങ്ങനെ. ഞാൻ ഈ സിനിമയിൽ ഷൂട്ടിൻ്റെ സമയത്ത് എനിക്ക് ഭയങ്കര കൗതുകത്തോടെ ഞാൻ മോണിറ്ററിൽ നോക്കിയിരുന്ന് മുഖത്തിൻ്റെ സൂക്ഷ്മ ചലനങ്ങൾ കണ്ടത് ചിന്നുവിൻ്റെയാണ്. കാരണം ചിന്നുവിനിങ്ങനെ ഒരു കാര്യം ഇതാണ്, ചിന്നു നമ്മളിങ്ങനെ അവിടുന്ന് ഇങ്ങനെ ഇവിടെ ഇന്നതാണ് സംഭവിക്കേണ്ടത്, ഓവറോൾ ഇതിനകത്ത് നടക്കേണ്ട പരിപാടി ഇതാണ്, അവിടുന്ന് ഇങ്ങനെയൊക്കെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് തിരിച്ചിങ്ങ് വന്നു കഴിഞ്ഞാൽ ചിന്നു ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാവും നമ്മളെ ഈ പറയുമ്പോഴൊക്കെ. പിന്നെ നമ്മൾ മോണിറ്ററിൽ കാണുന്നത് ഭയങ്കര രസമായിട്ട് ചിന്നു അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വരും. പിന്നെ നമുക്ക് അത് കാണുമ്പോൾ പിന്നെ അതിനെ എന്തെങ്കിലും ഒന്നുകൂടി ഇച്ചിരി മോഡിഫൈ ചെയ്താൽ ആ സീൻ നന്നാവും. ഇത്രേ എനിക്ക്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായി. സംഗീതയിലേക്ക് വരുമ്പോൾ സംഗീതയിൽ കാണുന്നൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഗീതയ്ക്ക് നമ്മുടേത് എന്ന് ഉള്ളൊരു ഫീല് ഉണ്ട് വല്ലാതെ. കാരണം അതിനുവേണ്ടി സംഗീതം എടുക്കുന്ന ആത്മാർത്ഥതയും എഫേർട്ടും ടൈമും ഒരുപാടുണ്ട്. കാരണം സംഗീത രാവിലെ തൊട്ട് പാതിരാ വരെ ഞങ്ങളിവിടെ നടന്നിട്ടുണ്ട്. ഇന്നും നാളെയും ഒക്കെ അതാണ് സംഭവിക്കുന്നത്. ഇന്നലെ ഇന്നും ഈവൻ അത് കുറേ നാളായിട്ട് അങ്ങനെ തന്നെയാണ്. അല്ല, സംഗീതം ഇപ്പോൾ കുറച്ചു നേരം പറയുന്നത് ആദ്യമായിട്ടൊരു പടത്തിന്റെ സെൻസറിങ്ങിന് പോയത് അതായത് ഈ പടത്തിന് വേണ്ടിയാണ്. സംഗീതം ചെയ്യുന്ന ഒരു പരിപാടിയായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എത്ര സമയം സംഗീതം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു മാർക്കറ്റിംഗ് പേഴ്സണെ ഫസ്റ്റാണ് കാണുന്നത്, ഫസ്റ്റ് ടൈം ഇൻ മലയാളം ഇൻഡസ്ട്രി. അല്ല, ഞാൻ പറഞ്ഞ നമ്മളുടേത് എന്ന് പറയുന്ന ഒരു വികാരം ഉണ്ട് സംഗീതയ്ക്ക്. പിന്നെ ഭരതും പുണ്യം, ഇവർ രണ്ടുപേരും നല്ല പാട്ടുകാരാണ്. അതൊക്കെ ഞങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ ഫ്രഷ്. അല്ല അതൊരു വലിയ കോംപ്ലിമെന്റ് ആണ് ആക്ച്വലി. അല്ലേ നിങ്ങൾ ഇവർ രണ്ടുപേരും ദിവസങ്ങൾ അല്ലെങ്കിൽ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്ന ഈ ഒറ്റ കാര്യം കേൾക്കാനല്ലേ. എന്നെ പറ്റി ഞാൻ പറയണ്ടല്ലോ. അത് വേണമെന്നില്ല പ്ലീസ്. ആനന്ദേട്ടാ, ഞാൻ ഈ പറഞ്ഞ ഞാൻ ഇവരെ രണ്ടുപേരെ കുറിച്ച് പറയാം. ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. എനിക്ക് എൻ്റെ വീട്ടിലെ പിള്ളേരാ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ അവരോട് പറയാറുള്ളത്. കാരണം നമുക്ക് ജീവിതത്തിൽ എല്ലാവരോടും അങ്ങനെ തോന്നില്ല, നമ്മുടേതാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ എനിക്ക് തോന്നിയ രണ്ട് കുട്ടികളാണ് അവർ. അപ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മൾ അവരെ ഓൺ ചെയ്യാന്ന് പറയില്ലേ, ഇത് എൻ്റേതാന്ന് പറയുന്ന എടുക്കുക എന്ന് പറഞ്ഞ പരിപാടി തന്നെ. അപ്പോൾ ഞാൻ അവരങ്ങ് എടുത്തിരിക്കുക. അതാണ്. അല്ല, അവരുടെ പെരുമാറ്റം കൊണ്ടാണ് എടുക്കാൻ തോന്നിയത്. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. അത്രേ ഉള്ളൂ. അത് അവരെ എൻ്റെ വീട്ടിലെ പിള്ളേരാന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാം ഉണ്ട്. ഓക്കെ, സൂപ്പർ. അപ്പൊ എന്തായാലും നമ്മള് വിശേഷം സിനിമ ഞങ്ങള് നിങ്ങളെ കുറിച്ച് പറയാം. നിങ്ങളെല്ലാരും അടിപൊളിയാണ്, സൂപ്പറാണ്, ഒരു രക്ഷയില്ലാത്തൊരു വൈബാണ്. വീണ്ടും എന്റെ ഓരെന്തി കാണാനില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പരിപാടി ഇവിടെ നിർത്തുക. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും വിശേഷം സിനിമ നമ്മൾ തിയേറ്ററിൽ പോയി കാണുക. എന്താ പറയുക, സിനിമ ഗംഭീര അഭിപ്രായങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ പിന്നെ നമ്മളിവിടെ സംസാരിച്ചപ്പോൾ കിട്ടിയൊരു വൈബില്ലേ, അത് തന്നെയാണ് തിയേറ്ററിലും കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഒരു പാട്ട് കൂടി പാടിയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമല്ലേ? എന്തായി, അങ്ങനെ പറഞ്ഞാൽ പോരെ? അങ്ങനെ സെറ്റ് ചെയ്താൽ പോരെ? ഓക്കെ.
ഒന്നാം നാള് കണ്ടപ്പോൾ അടിപിടിയിടിതടിയായല്ലോ, രണ്ടാം നാള് കണ്ടപ്പോൾ തട്ടിമുട്ടിക്കളി ചിരിയായല്ലോ, മൂന്നാം നാള് കണ്ടപ്പോൾ പ്രണയം പൊട്ടിവിടർന്നല്ലോ. താങ്ക് യു. സൂപ്പർ സൂപ്പർ